ടെക് ലോകത്തെ വാർത്തകൾ. ലോകത്തിലെ ആദ്യത്തെ 6G ചിപ്പ് വികസിപ്പിച്ച് ചൈനീസ് അമേരിക്കൻ ഗവേഷകർ 5Gയുടെ വേഗതയേക്കാൾ ഏകദേശം 10 മടങ്ങ് വേഗതയിൽ ചിപ്പ് പ്രവർത്തിക്കും. ലോകത്തിലെ ആദ്യത്തെ ഓൾ ഫ്രീക്വൻസി 6G ചിപ്പ് വികസിപ്പിച്ചെടുത്ത ചൈനീസ് അമേരിക്കൻ ഗവേഷകർ. വലിപ്പത്തിൽ വളരെ ചെറുതായ ഈ ചിപ്പ് ഇന്റർനെറ്റ് വേഗത സെക്കൻഡിൽ 100 GB എത്താൻ അനുവദിക്കും. ഈ സാങ്കേതിക വിദ്യ ഇന്റർനെറ്റിനെ മിന്നലിനേക്കാൾ വേഗത്തിലാക്കുമെന്ന് അവകാശപ്പെടുന്നു. 5Gയുടെ പരമാവധി വേഗതയേക്കാൾ ഏകദേശം 10 മടങ്ങ് വേഗതയും ഇന്ന് മിക്ക ഉപയോക്താക്കളും അനുഭവിക്കുന്ന ശരാശരി വേഗതയേക്കാൾ ഏകദേശം 500 മടങ്ങ് വേഗതയുമാണ് ഇത്. ഈ മിനി ചിപ്പിന്റെ വരവോടെ അൾട്രാ ഹൈസ്പീഡ് ഡാറ്റ കൈമാറ്റം സാധ്യമാകും. നെറ്റ്വർക്കിന്റെ പ്രതികരണ സമയവും ഗണ്യമായി കുറയും. ഇതോടെ തത്സമയ ആശയവിനിമയവും AI സംയോജനവും കൂടുതൽ എളുപ്പമാകും. ഈ ചിപ്പ് ഉപയോഗിച്ച് സെക്കൻഡിൽ 100 GB കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു. 6G സാങ്കേതികവിദ്യയുടെ വരവ് ആരോഗ്യമേഖലയിലും ഒരു വിപ്ലവം സൃഷ്ടിക്കും. ഡോക്ടർമാർക്ക് ദൂരെ നിന്ന് തത്സമയം റിമോട്ട് സർജറി നടത്താൻ കഴിയും. ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ നിരീക്ഷണവും സാധ്യമാകും. വേഗത്തിലുള്ള കണക്ടിവിറ്റി, വെർച്വൽ ലാബുകളും ആഗോള ഗവേഷണവും എളുപ്പമാക്കുന്നതിനാൽ ഇത് വിദ്യാഭ്യാസ ഗവേഷണ മേഖലയ്ക്ക് പുതിയ മാനങ്ങൾ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗ്ലോബൽ ഹിറ്റായി ഓണം മൂഡ്. ഗാനത്തിന് യൂട്യൂബിൽ 25 മില്യണിലധികം വ്യൂസ്. ഇത്തവണ ഓണവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ റീൽസുകളും വാട്സാപ്പ് സ്റ്റാറ്റസുകളും അടക്കിവാണത് സാഹസം എന്ന ചിത്രത്തിലെ സരിഗമ പുറത്തിറക്കിയ ഓണം മൂഡ് ഗാനമാണ്. കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആഘോഷത്തിന്റെ ഒരു ഭാഗം കൂടിയായി പറപറ പറക്കണ പൂവേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം. ഓണം മൂഡ് ഗാനത്തിന്റെ ഔദ്യോഗിക മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ 25 മില്യണിലധികം വ്യൂസാണ് ഇതുവരെ നേടിയത്. 1,90,000-ലധികം ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഈ ഗാനം ഉപയോഗിക്കപ്പെട്ടു. 50,000-ലധികം യൂട്യൂബ് ഷോർട്സിലും ഇത് ഫീച്ചർ ചെയ്യപ്പെട്ടത് പാട്ടിന്റെ സ്വീകാര്യത കൂടുതൽ വർദ്ധിപ്പിച്ചു. പ്രമുഖ കലാകാരന്മാർക്കും ഇൻഫ്ലുവൻസർമാർക്കും പുറമെ IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ്, മാഞ്ചസ്റ്റർ സിറ്റി, ബൊറൂസിയ ഡോട്ട്മുണ്ട് തുടങ്ങിയ ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ക്ലബ്ബുകളും ഓണം ആശംസകൾ നേടാൻ ഈ ഗാനം ഉപയോഗിച്ചു. ഇത് പാട്ടിനെ ആഗോള പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുന്നതിനും കാരണമായി. സ്പോട്ടിഫൈ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ചാർട്ടുകളിലും മുന്നിലെത്തി. ഓണത്തിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ഈ ഗാനത്തിന് ബിബിൻ അശോകാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിൾ ഐഫോൺ കയറ്റുമതി 2025-ൽ 25% വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ. 2024-ൽ 1.2 കോടി യൂണിറ്റുകളായിരുന്നു കയറ്റുമതി. ഈ വർഷം 1.5 കോടി യൂണിറ്റുകളായി ഉയരുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷൻ ഇന്ത്യയുടെ കണക്കനുസരിച്ച് 1.5 കോടി യൂണിറ്റുകളും കനലൈസിന്റെ റിപ്പോർട്ട് പ്രകാരം 1.4 കോടി യൂണിറ്റുകളും കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ കണക്കിൽ 18 മുതൽ 19% വർധനയും പ്രവചിക്കുന്നു. പഴയ മോഡലുകൾക്കുള്ള എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടുകളും തന്ത്രപരമായ വിലനിർണ്ണയവും ഈ വളർച്ചയ്ക്ക് കരുത്തേകും. ഇന്ത്യ ആപ്പിളിന്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആപ്പിളിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം 2024-ലെ 98,717 കോടി രൂപയിൽ നിന്ന് 2025-ൽ 1,08,412 കോടി രൂപയായി ഉയരുമെന്ന് കനലൈസ് പ്രവചിക്കുന്നു. ഐഫോൺ 17 സീരീസിലെ നൂതന മാറ്റങ്ങളും പുതിയ ഐഫോൺ എയർ മോഡലുകളും ഈ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. ബംഗളൂരുവിലും പൂനെയിലും അടുത്തിടെയാണ് പുതിയ ആപ്പിൾ സ്റ്റോറുകൾ ആരംഭിച്ചത്. ഇന്ത്യയുടെ വിപണി സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആപ്പിളിന്റെ ഈ തന്ത്രപരമായ നീക്കങ്ങൾ. ഇന്ത്യയിൽ ആപ്പിൾ ഈ മുന്നേറ്റം തുടരുമ്പോൾ ആഗോളതലത്തിലെ കമ്പനിയുടെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിൽ ഇക്കഴിഞ്ഞ ജൂണിലെ കണക്കനുസരിച്ച് 4.4% വർധനവ് മാത്രമാണ് ഉണ്ടായത്. ഇന്ത്യയിലെ കണക്കുകൾ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ആപ്പിളിന് ഇന്ത്യയിൽ മികച്ച വിപണി വിഹിതം കൈയടക്കാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.